സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളിതേ മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. നമ്മളിപ്പോ തൃശ്ശൂർ അമൃത എക്സ്പ്രസ്സിലാണ്ടെന്നത് 163:43 എന്നുള്ള ട്രെയിൻ നമ്പറിലാണ് നമ്മ തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത് മധുരയിൽ ഒന്ന് അവസാനിക്കുന്ന ട്രെയിനാണ് കേട്ടോ. അപ്പൊ അമൃത എക്സ്പ്രസിന്റെ മുൻപത്തെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പഴനി വരെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് രാമേശ്വരം ധനുഷ്കോടിയൊക്കെ പോകാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മുടെ സുഹൃത്ത് നമ്മുടെ ക്രിസ്റ്റഫർ ഉണ്ട് കൂടെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു 10 മണിക്ക് ഇവിടെ എത്തി. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കറക്റ്റ് 2:10 ട്രെയിൻ. ടൈം കുറച്ച് ലാഗായിട്ട് വന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് 10 മണിക്ക് എത്തിങ്ങി നമുക്ക് ഇവിടെ നിന്ന് ട്രെയിൻ മാർഗം തന്നെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ 1:50 നമുക്ക് തിരിച്ച് ഇവിടെ നിന്ന് രാമേശ്വരം മധുര പാസഞ്ചർ ഉണ്ട്. 1:50 ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 5:30 ആ സമയത്താണ് നമ്മുടെ ഈ വണ്ടി രാമേശ്വരത്ത് എത്തുക. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നു. നമ്മുടെ മധുര ക്ഷേത്രം, അതേപോലെ തന്നെ നമ്മൾ ചായ പിടിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ട്രെയിനിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങും കാര്യങ്ങളാണ്. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ കണ്ടോ കേട്ടോ. ഞങ്ങളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഞങ്ങളുടെ നാടായ കൊടുങ്ങല്ലൂരിൽ നിന്ന് 8:10 ലാസ്റ്റ് ബസ്സിൽ കയറിയ ശേഷം 10 മണിക്കുള്ളിൽ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടാ. 4 മണിക്കൂർ കട്ട പോസ്റ്റ് അടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് വളരെ പൈ എടുക്കാമെന്ന് വിചാരിച്ചു. ക്യൂവിൽ നിന്ന് ക്രിസ്റ്റഫർ അറ്റം വരെത്തിയപ്പോൾ അയാൾ പറഞ്ഞു 12:30 ശേഷം ടിക്കറ്റ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല. എന്തായാലും ഞങ്ങൾ മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാ. വളരെ എളുപ്പത്തിൽ QR കോഡ് സ്കാൻ ചെയ്ത് ലൊക്കേഷൻ കൊടുത്ത് നമുക്ക് തന്നെ എടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നടന്നു കേട്ടോ. അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലെ ഒരു കാഴ്ചയൊക്കെയാണ് കാണുന്നത്. ഈ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനാണ്. അത് നമ്മുടെ പാളമൊക്കെ റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ പോകുന്നത് തിരിച്ച് മധുരയിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരത്തോട്ട് പോകുന്ന അമൃത എക്സ്പ്രസ്സാണ്. ഈ ഒരു വണ്ടി 42 മിനിറ്റോളം ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ തൃശ്ശൂർ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ 11 മണി അടുത്ത ആവാറായിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ വണ്ടിക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ വിജനമായി കിടക്കണം അല്ലേ. ആരും തന്നെ ഇല്ല കേട്ടോ. ഓരോ ട്രെയിൻ വരുന്നതിനും ഒരു 10-15 മിനിറ്റുകൾ മുന്നായിട്ട് ഒരുപാട് പേരിങ്ങനെ ഓടിക്കൂടും. ആ ട്രെയിൻ പോകുമ്പോൾ അത് ഓടിപ്പോകും. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇങ്ങനെ കടന്ന് വരേണ്ട. അത്യാവശ്യം പഴനി മധുര പോകാനുള്ളവരൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഇനിയൊക്കെ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. എന്തായാലും കാണുന്നിടത്തൊക്കെ നല്ല തിരക്കുള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എവിടെ എത്തിയിട്ടാണോ സീറ്റ് ഇടേണ്ടതൊന്നും ഒരു പിടുത്തില്ല. എന്തായാലും കൂടെ കൂടിക്കോ, നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. അവനവിടെ കിടക്കണം ബോധമില്ലാതെ കിടക്കും. ട്രെയിനിൻ്റെ ഉള്ളിലെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. വീഡിയോ കണ്ടിട്ട് മുന്നും ഒരുപാട് പേര് ചാടിപ്പുറപ്പെട്ട് അമൃത എക്സ്പ്രസ്സിൽ പോയിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം വെച്ചാൽ ബൈ ചാൻസ് ആണ് ജനറലിൽ ഇത്രയും തിരക്ക് കുറഞ്ഞൊക്കെ പോകാൻ പറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ പോകുന്ന അന്തരീക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നല്ല തിരക്കണ്ട. 2 കാല് മര്യാദക്ക് വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ്. അപ്പോൾ ആകെ 3 ബോഗി മാത്രമേ ഉള്ളൂ ജനറലായിട്ടുള്ളത് കേട്ടോ. ബാക്കി കംപ്ലീറ്റ് സ്ലീപ്പറും AC ആണ്. അപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്നവരൊക്കെ മാക്സിമം അത് കീപ്പ് ചെയ്ത് പോവുക. 6 മണി അടുത്തായപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടത് ഇതേപോലെ ഇങ്ങനെ ഇരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പഴനി എത്തിയപ്പോൾ ഞങ്ങൾ 7:15 കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ലേറ്റായിട്ടാണ് ട്രെയിൻ ഈ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 4-5 മാസം മുന്നേ വന്നേക്കിനേക്കാളും കൂടുതൽ ഒരു വ്യത്യാസം ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കേരളത്തിന് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ പല സ്ഥലത്തും കാണാനും മറ്റുമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ദിണ്ടുങ്കലാണ്. അങ്ങനെ ദിണ്ടുങ്കലിൽ ഞങ്ങൾ എത്തി. ദിണ്ടുങ്കൽ എത്തിയപ്പോൾ വണ്ടി ഒരുപാട് നേരം പിടിച്ചിട്ടാ. ഇനി കിടന്ന് മധുര വരെ ഒരു രക്ഷയില്ല. അങ്ങനെ രാവിലത്തെ ഒരു ചായ ഇന്ത്യൻ റെയിൽവേയുടെ അത് പാസ്സാക്കി കേട്ടോ. ഈ ഒരു ഭാഗത്ത് കുറച്ചധികം നേരം നിർത്തിക്കൊണ്ട് തന്നെ അമൃത എക്സ്പ്രസിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഫോട്ടോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ വേണ്ടവർ ജസ്റ്റ് ഒന്ന് അടിച്ച് കയറി നോക്കാട്ടോ. ഇനി ഞാൻ ഓരോ സ്റ്റേഷനിൽ എത്തുന്ന സമയവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഫൈൻഡ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞ ആപ്പിൽ കയറിയിട്ട് നിങ്ങളുടെ ട്രെയിൻ നമ്പറോ അല്ലെങ്കിൽ പോകേണ്ട ലൊക്കേഷനോ ഫ്രം ടു അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഏറ്റവും സേഫ്. നിങ്ങളുടെ വണ്ടി എവിടെ എത്തി, എന്താണ്, എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ ലോക്കൽ ടിക്കറ്റ് പർച്ചേസിങ്ങിന് വേണ്ടി UTS എന്ന് പറഞ്ഞ ആപ്പും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഞാനും ക്രിസ്റ്റഫറും കൂടി നമ്മുടെ മധുര റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് കേട്ടോ.
ഓരോ മിനിറ്റ് കൂടുന്തോറും ബസ്സുകൾ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഡിലക്സ്, സൂപ്പർ ഡിലക്സ്, അല്ലെ ലോക്കൽ, ഓർഡിനറി എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്ക് ബസ്, അങ്ങനെ ബസ്സുകൾ ഉടനീളം വന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇന്ത്യയിൽ വെച്ചിട്ടും നമ്മുടെ തമിഴ്നാട്ടിൽ വെച്ചിട്ടും എന്തൊരു പ്രത്യേകത ഉള്ളൊരു ബസ് സ്റ്റാൻഡാണ് നമ്മുടെ മാട്ടുത്താവണി എന്ന് പറയുന്നത് കേട്ടോ. ഒരു ലോഡ് സ്ഥലമൊക്കെ ഉള്ള ഒരു അടിപൊളി ബസ് സ്റ്റാൻഡ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ പോകണമെങ്കിൽ പോകാം. അവിടെ ചെന്നിട്ട് ബസ് മാർഗവും നമുക്ക് രാമേശ്വരം പോകട്ടെ. അപ്പോൾ ആ കാണുന്നതാണ് മധുര മീനാക്ഷി ക്ഷേത്രം പോകുന്ന വഴി. അപ്പോൾ അതേ തൊട്ടടുത്ത കടയിൽ കയറി ഒരു ബില്ലൊക്കെ അടിച്ച് മസാലോശയും വടയും പറഞ്ഞ് ഞങ്ങളിതാ ഈ ഒരു ഭാഗത്തായിട്ട് വെയിറ്റിംഗ് കണ്ട. അപ്പോൾ ഇവിടെ കണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഓരോ ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തായിട്ടും ഓരോ ടാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ടാപ്പ് തുറന്നിട്ട് ഇതേപോലെ വെള്ളം കുടിക്കട്ടോ. അപ്പോൾ വെള്ളത്തിന് വേണ്ടി ആരും കൈകാര്യം പിടിക്കണ്ട. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ മസാല ദോശയും വടയും എന്താ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇനി അതൊന്ന് ആസ്വദിച്ചങ്ങോട്ട് കഴിക്കാം. നമ്മളപ്പോൾ അതേ മധുര മീനാക്ഷി ക്ഷേത്രത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ചായയുടെ കഴിഞ്ഞ് നമുക്ക് അടുത്ത ട്രെയിൻ വരുന്നത് 1:50-നാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ മാർഗം തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അവർ ബസ് മാർഗമാണ് മാട്ടുത്താവണിയിലോട്ട് ഞാൻ കാണിച്ചതല്ലോ. അപ്പോൾ അവർ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് ഏകദേശം 5 മിനിറ്റ് കൂടുമ്പോൾ വണ്ടികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലോട്ടുള്ള വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കണം. ചുറ്റും ലോഡ്ജുകൾ കണ്ടോ, ഏകദേശം 200 രൂപ തുടങ്ങിയ റൂമുകൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. ഇങ്ങനെ ഫുൾ കടകളുണ്ട്, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അതേപോലെ തന്നെ ഡ്രസ്സ് കടകൾ, കണ്ണാടിക്കടകൾ മുതൽ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. പക്ഷെ ഈ ഒരു വഴിയിലൂടെ നിങ്ങൾ നൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ കട മൊത്തം കാര്യമാവട്ടാ. ഈ പുറത്തോട്ടിറക്കിയ ഐറ്റംസ് കംപ്ലീറ്റ് പോവും. ഒരു സത്യം പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ പോലും കിട്ടില്ല കേട്ടോ. നമുക്ക് വഴി മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നാട്ടിലോട്ട് മെഷീനറികൾക്ക് ആവശ്യമുള്ള രീതി ഇവിടെ കട കാണുന്ന കേട്ടോ. കരിമ്പ് ജ്യൂസ് മെഷീൻ, അതേപോലെ ഒരുപാട് മെഷീനറികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ കയറാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദൂരം മാത്രം നടക്കാനുള്ളൂ അമ്പലത്തിലോട്ട്. ഇതുവഴി കുറച്ച് 1 കിലോമീറ്റർ താഴെ നടക്കാനുള്ളൂ കേട്ടോ. നടക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ നടന്നു വരണം ഏറ്റവും നല്ലത്. ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞാൽ വെട്ടിപ്പരിപ്പെടുക്കുക വരും. അങ്ങനെ നടന്നതാ നമ്മൾ അമ്പലത്തിൻ്റെ ഗോപുരം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിന് 4 സൈഡിലും ഗോപുരമുണ്ട്. നമ്മൾ മുന്നേ ഒരു തവണ മധുര വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഏകദേശം ഒരു 6 മാസത്തിനുള്ളിലായി മധുര വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഒരുപാട് സമയമുണ്ട്, 4 മണിക്കൂർ അടുത്ത് നമുക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് മധുര അമ്പലത്തിൻ്റെ പരിസരമൊക്കെ വന്ന് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതാ നമ്മുടെ അമ്പലത്തിൻ്റെ ഗോപുരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. അങ്ങനെ ഇതാ നമ്മൾ ഫൈനലി വെസ്റ്റ് നടേണ്ട പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ അടുത്താണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി ഇറങ്ങിയാൽ വരാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗോപുരത്തിൻ്റെ പണി അന്ന് വന്നപ്പോഴും ഈ ഒരു ഭാഗത്ത് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും വർക്കൊന്നും ഫിനിഷ് ആയിട്ടില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ. വേ ഓഫ് ദർശനം. നമ്മളിങ്ങോട്ട് വരുന്ന വഴി തന്നെ ആയിട്ട് ഇവിടെ ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഫുൾ മാർബിളിലാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ. നല്ല വൈറ്റ് അല്ലേ, നല്ല വൈറ്റ് ഫീലാണ് ഈ കാണുന്നത് കേട്ടോ. ഫുള്ളി വൈറ്റ് മാർബിളിൽ ചെയ്തിട്ടുള്ളൊരു അമ്പലം കാണാം. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലുള്ള പുഷ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്പലത്തിലോട്ടുള്ള നിവേദ്യങ്ങൾ, പരിപാടികൾ, അർച്ചന, പുഷ്പങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓ, പോലീസുകാരൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. വേ ഓഫ് ദർശൻ. നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടേ ഫോണ്, ലഗേജുകളൊന്നും അലൗഡ് അല്ല. ആ കാണുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫോണ്, അതേപോലെ തന്നെ ലഗേജുകളൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാകും. അപ്പോൾ അമ്പലം അടച്ചിട്ടില്ല, ആളുകൾ ഒരുപാട് പേരുള്ളിലോട്ട് ഇപ്പോഴും കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് സൗജന്യമായിട്ട് ചെരുപ്പ്, അതേപോലെ മൊബൈലുകളൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യം കേട്ടോ. സെപ്പറേറ്റ് പൈസ കൊടുക്കണം എടുത്തു പോകുന്ന സമയത്ത്. മൊബൈലിന് എനിക്ക് തോന്നുന്നു 5 രൂപ 10 രൂപ റേഞ്ച് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ ഉള്ളിലോട്ട് ദർശനത്തിന് പോണ വഴി കേട്ടോ. നമ്മളിപ്പോൾ ആ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കണില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം 7 മണിയായപ്പോഴാണ് പോകുന്നത്. 7 മണിയായപ്പോൾ പോന്നിട്ട് ഇപ്പോൾ വെളുപ്പിന് 10 മണിക്കാണ് മധുരയിലെത്തിയത്. അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മുഷിഞ്ഞ് പിന്നെ എന്തായാലും നമ്മൾ സ്കിപ്പ് അടിക്കണം. അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടുള്ളൊന്നുമില്ല. പിന്നെ ചില വീടിൻ്റെ ഉള്ളിലൊന്നും വീട് എടുക്കാൻ കാര്യങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നൊരു ദിവസം അമ്പലത്തിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഭാഗത്ത് നിന്ന് സ്കിപ്പ് അടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത്. തൃശ്ശൂരൊക്കെ സൗജന്യമായിട്ട് ടിക്കറ്റ് പരിപാടികളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഇവരിങ്ങനെ നിൽക്കണം ചില കമ്മീഷൻ പൈസ ഉണ്ടാ. അപ്പോൾ വേണ്ട ആ പുള്ളി വേണ്ട. അപ്പം ഞാൻ ചെന്ന് അവിടെ ടിക്കറ്റ് കുത്താൻ നേരത്തെ പുള്ളിക്കത്
പറ്റൂല, പുള്ളിയാണ് കുത്തിത്തരുന്ന പറയണം. അപ്പോൾ ഇത് കമ്മീഷൻ ബേസ് ആണ്. നമ്മളിപ്പോൾ ഒരു 50 രൂപ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ 60 രൂപ ചാർജ്, 10 രൂപ എക്സ്ട്രാ മേടിക്കുന്ന പരിപാടി ഉണ്ടാ. സംഭവം മെഷീൻ യൂസ് ചെയ്യാൻ സുഖമുണ്ടാ. ഓൾ അതേഴ്സ് കൊടുക്കുക. അവിടെ നമുക്ക് പോകണ്ട. സ്പോട്ട് വെച്ചാൽ രാമേശ്വരം വന്നിട്ടുണ്ട്. ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക, പേ കൊടുക്കുക. 70 രൂപ ഒരാൾക്ക് കേട്ടോ. ഇവിടെ QR കോഡ് സെലക്ട് ചെയ്യുക. ആ QR കോഡ് ജസ്റ്റ് സെലക്ട് ചെയ്ത് സ്കാൻ ചെയ്ത് പേ ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് ഇവിടെ വരും കേട്ടോ. അപ്പോൾ വളരെ സുഖമായ സംഭവം കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നുള്ളൂ. ഈ തിരക്കിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സമയം ഇപ്പോൾ 11:45 അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 4 അമൃത എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 3 നിന്നാണ് ഇപ്പോൾ ഒരു സാറ് പറഞ്ഞേട്ടാ. മുൻപ് നമ്മൾ ഫൈൻ മൈൻ ട്രെയിൻ ആപ്പിൽ നോക്കിയപ്പോൾ 4 വരുന്ന കാണിച്ചിരുന്നത്. ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3 ട്രെയിൻ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി അവിടെ കിടക്കണം, നമുക്ക് പോയി നോക്കാം. നമ്മുടെ ട്രെയിൻ എന്ന് പറഞ്ഞതുണ്ട പ്ലാറ്റ്ഫോം നമ്പർ 3 നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് നോക്കാം. ഇതിൻ്റെ പേരെന്താ? കുംഭമേള സ്പെഷ്യൽ. ഇത് വായിക്കാൻ അറിയില്ല. ഇംഗ്ലീഷ് ഉണ്ടോ നോക്കാം. ഇംഗ്ലീഷ് ഇതിലൊക്കെ ആൾക്കാർ സീറ്റ് പിടിച്ചിട്ടാ. ഇപ്പോഴേ കയറി സീറ്റ് പിടിച്ച് സെറ്റായിരിക്കണില്ല കേട്ടാ. ഒരിക്കേ ആള് കയറി ഫുള്ള് റെസ്റ്റിലൊക്കെയാണ്. സെക്കൻഡ് ക്ലാസ് കേരള. അപ്പോൾ അതേ സീറ്റൊക്കെ കിട്ടിയേട്ടാ. 1:50 വണ്ടി പോണത്. പക്ഷേ ഓൾറെഡി ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും സെറ്റായി. ഇവിടെ അമ്പലത്തേക്ക് പോകാൻ കുറച്ച് പേരൊക്കെ വന്നിരിക്കണ്ട കേട്ടാ. നല്ല ചൂട്. എന്നാലും വണ്ടി നിർത്തിട്ടേക്കണത്. ക്രിസ്റ്റഫർ പുറത്തു കൂടെ മാടി നടക്കുന്നുണ്ട്. പറഞ്ഞതും വിട്ടൊരു 5 മിനിറ്റ് ലൈറ്റ് ആണെങ്കിലും നമ്മുടെ വണ്ടി മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാമേശ്വരം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കേണ്ട. ഏകദേശം പകുതി എത്തിയെന്ന് പറയാട്ടാ. ഇതാണ് രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. രാമനാഥപുരം ഒരു വലിയ ജില്ല തന്നെ ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ വെച്ച് കുറച്ചധികം മുസ്ലിം സുഹൃത്തുക്കളായിട്ട് വർത്താനം പറഞ്ഞപ്പോഴാണ് ഏർവാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള സ്പോട്ടുണ്ട്. പക്ഷേ എൻ്റെ മൈൻഡിൽ ഇതുവരെ ആ ഒരു സ്പോട്ട് പതിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഏർവാടിയിൽ ഒരു അടിപൊളി പള്ളിയും മറ്റേ പ്രേത വഴിപാടും സംഭവങ്ങളൊക്കെ നടത്തുന്ന ഒരു അടിപൊളി ഏരിയ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഏർവാടി പള്ളിയും വിശേഷങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മണ്ഡപം എന്ന് പറഞ്ഞ സ്റ്റോപ്പിലോട്ടുണ്ടോ. രാമേശ്വരത്തിൻ്റെ ഏകദേശം ഭാഗത്ത് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് തുടങ്ങി തന്നെ നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ വേറെ ലെവൽ തന്നെ ഉണ്ടാകും. ഈ ഒരു ഭാഗത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്ലേസിൻ്റെ ഭംഗി അങ്ങോട്ട് മാറി കേട്ടോ. അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഇത്തിരി അധികം കൂടുതലാണ് കേട്ടോ. നമ്മുടെ പാമ്പൻ പുതിയ ബ്രിഡ്ജിൻ്റെ ഭാഗത്തോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. തൊട്ടപ്പുറത്തായിട്ട് തന്നെ ബസ്, ചരക്ക് ലോറികൾ, വണ്ടികളൊക്കെ പോകാൻ വേണ്ടി ഒരു പാലം, നടുക്കായിട്ട് നമ്മുടെ പഴയ പാലം, അത് സിംഗിൾ റെയിൽ തന്നെ കേട്ടോ. സിംഗിൾ ട്രാക്കാണ്. ഇപ്പുറത്തായിട്ട് നമ്മുടെ പുതിയ പാലം കേട്ടോ. നമ്മുടെ ബഹുമാനനായ നമ്മുടെ എന്താ പറയുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് നമുക്ക് വേണ്ടി സമർപ്പിച്ചത്. അപ്പോൾ ഈ പുതിയ പാലത്തിൻ്റെ കൺസ്ട്രക്ഷനിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള വെച്ചാൽ ഒരു ട്രാക്കും കൂടി സ്ഥാപിക്കാനുള്ള രീതിയിലാണ് നിലവിൽ ഈ ഒരു പാലം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. തൊട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് സ്പേസ് ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിമനോഹരമായ ഒരു പാലം തന്നെ. ഇനി പാമ്പൻ പാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ കടലിലൂടെയുള്ള ഒരു പാലം. 1911 ഈ പാലത്തിൻ്റെ പണിയും കാരണം തുടങ്ങിയത്. 13-14 പാലത്തിൻ്റെ പണിയും കഴിഞ്ഞ് ഫെബ്രുവരി 24 പാലമാണെങ്കിൽ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. അത്രയും സൂപ്പറായിട്ട് നടന്ന ഒരു പാലമുണ്ടത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം എന്നുള്ളൊരു പേരും കൂടി ഇതിനുണ്ട് കേട്ടോ. ഇത് ഈ ഒരു സംഭവമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ബോട്ടുകളും കപ്പലുകളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു സംഭവം പൊന്തുക അല്ലെങ്കിൽ തുറന്നു കൊടുക്കുക എന്നുള്ള പ്രതിഭാസമൊക്കെ കാണാനായിട്ട് ഒരുപാട് പേരാണ് ഈ ഒരു ഭാഗത്തുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം അടിപൊളി ഒരു പാലം തന്നെയാണ് നടുക്കുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ ഈ ഏകദേശം 2022 ഡിസംബർ 23 ഈ ഒരു പാലം, പഴയ പാലം നിർത്തിയത് കേട്ടോ. 144 തൂണുകളോട് കൂടിയ 2065 മീറ്റർ നീളമുള്ള ഒരു പാലമാണ് നമ്മുടെ ഈ പഴയ പാലം കേട്ടോ. പുതിയ പാലമാവട്ടെ ഏകദേശം 2020 ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2024 സെപ്റ്റംബറിൽ ഈ ഒരു പാലത്തിൻ്റെ പണി കഴിഞ്ഞ് ഏപ്രിൽ 6 2025 നമുക്ക് ഈ പാലം തുറന്ന് കിട്ടുകയും ചെയ്തിട്ടാണ്. ഏകദേശം 100 തൂണുകൾ 2 ട്രാക്കോട് കൂടി. നിലവിൽ ഒരു ട്രാക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. 5 ബില്യണാണ് കേട്ടോ ഇതിൻ്റെ ഒരു ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ രാമേശ്വരം അല്ലെങ്കിൽ നമ്മുടെ പാമ്പൻ ഐലൻഡിനെ കണക്ട് ചെയ്യുന്ന ഒരു പാലം കൂടിയാണ്
ഈ കാണുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തുമ്പോൾ തന്നെ നോക്കിയാൽ തന്നെ കാണാം 2 സൈഡും കടലാണ് അല്ലേ. വരുന്ന വഴിയിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ 2 സൈഡും കടലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റി ഉണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു ഭാഗം നല്ല ക്ലീൻ പ്ലേസ് ആണ്. കുറച്ച് കച്ചറടൊക്കെ ഉണ്ടെങ്കിലും അധികം ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നല്ല ക്ലീനാണ്. ട്രെയിനിൽ നിന്ന് എറിയുന്ന മാലിന്യങ്ങൾ മാത്രമേ ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തിപ്പോയി. ഇത് രാമേശ്വരമല്ല, മറിച്ച് ഇതാണ് മക്കളെ പാമ്പൻ ഐലൻഡിൻ്റെ സ്വന്തം റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അധികം ആളനക്കൊന്നും ഇല്ലാത്ത അതിമനോഹരമായ റെയിൽവേ സ്റ്റേഷൻ അല്ലേ. എൻ്റെ ഏറെ നാളത്തൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു വഴി ഇങ്ങോട്ട് വരണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ആഗ്രഹം സാധിച്ചിട്ടാ. നമ്മൾ അധികം ആൾക്കൂട്ടമൊക്കെ ഇല്ലാതെ വരണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. സത്യത്തിൽ നല്ലൊരു പുണ്യഭൂമി കൂടിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ കാട്ടുപന്നികൾ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ. ഒരുപാട് ചപ്പും ചവറൊക്കെ തിന്ന് ഐറ്റം ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മധുരയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ഇലക്ട്രിക് ലൈനുകളൊന്നുമില്ല, തികച്ചും നമ്മുടെ ഡീസലിൽ ഓടുന്ന വണ്ടികളാണ് നമുക്ക് കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. നമ്മുടെ പല ഭാഗങ്ങളിലും ഇലക്ട്രിക് ലൈനിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇലക്ട്രിക് എഞ്ചിനുകളാണ്. എന്നാൽ ഈ ഒരു ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് എത്തിയിരിക്കേണ്ട. ഈ ഒരു ഭാഗത്തോടുകൂടി നമ്മുടെ റെയിൽവേ ഈ ഒരു ഭാഗത്ത് വെച്ച് ട്രാക്ക് എൻഡ് ആവേണ്ടത്. അങ്ങനെ എല്ലാവരും ഇറങ്ങി ഈ ഒരു ഭാഗത്തോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടിയിൽ വന്ന് എല്ലാവരും ഈ ഒരു ഭാഗത്തോട്ട് വന്നതാണ്. അത്യാവശ്യം നല്ല ഫീൽഡായിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ടാ. മധുരയിൽ നിന്ന് ട്രെയിൻ എടുത്തപ്പോൾ തുടങ്ങി അത്യാവശ്യം ആളുകൾ പല വഴിയിൽ നിന്നും പല സ്റ്റോപ്പുകളിൽ നിന്നും ചെറിയ സ്റ്റോപ്പുകളിൽ നിന്നൊക്കെ കയറി വന്നു. ഏകദേശം 5:20 നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ കേട്ടോ. അങ്ങനെ നമ്മുടെ ഡീസൽ ടാങ്ക് കണ്ട, ഡീസൽ അല്ലേ, എഞ്ചിൻ്റെ ഡീസൽ ടാങ്കാണ്. വമ്പൻ ഡീസൽ ടാങ്ക് തന്നെ അല്ലേ. അപ്പോൾ അതേ ലോഗോപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് അവിടെ നിന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗം ആദ്യമായിട്ടാണ് ഷൂട്ട് ചെയ്യണത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്ന് നീങ്ങാൻ പോവുകയാണ്. എല്ലാവരും മുന്നോട്ട് ഒരുമിച്ച് ഇങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ട് കേട്ടോ. എല്ലാവരും അറിയുന്നതിനെ പോലെ ഞാനും നടന്ന് നീങ്ങിയിട്ട് ആദ്യം വെച്ചു ഈ ഒരു ഭാഗത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. എന്തായാലും എല്ലാവരും ഈ ഒരു ഭാഗത്ത് നിന്ന് രാമേശ്വരത്തിനെ ഹൈലൈറ്റ് ചെയ്ത് നിന്ന് ഒരുപാട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും എടുത്തു കേട്ടോ. ഒന്നും നോക്കിയില്ല, ചറപറ 2 എടുത്തു. പിന്നെ നേരെ ഞങ്ങൾ നടന്നു ആ ഒരു ഭാഗത്തിട്ടാ. ഈ ഒരു രാമേശ്വരം ബോർഡിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ചെറിയ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ആംബിയൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇതാണ് ഈ ട്രാക്ക് വന്നുകൊടുത്ത് അവസാനിക്കുന്ന ഈ ഒരു ആൽമരത്തിന് ചുവട്ടിലുള്ള ഒരു അമ്പലം കേട്ടോ. എന്താ പ്രതിഷ്ഠ, എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. നമ്മളപ്പോൾ റെയിൽവേ സ്റ്റേഷനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയുണ്ട് ഈ കാണുന്നത്. വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ഓട്ടോറിക്ഷക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിലോട്ട് കോവിലോട്ട് പോകണ വഴി കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടാക്സി ഓട്ടോ ലാൻഡുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വന്ന് ട്രെയിൻ ഇറങ്ങുന്നവർക്ക് പോകാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒരു വണ്ടിയിൽ തന്നെ 8-9 പേർക്കൊക്കെ പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. സീറ്റിംഗ് ഒക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ 4 പേരാണ് കൂടി വന്നാൽ പോവാം. ഇതിൽ 8, 9, 10, 12 പേര് വരെയും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും കാഴ്ച കാണാൻ വന്നവരാണല്ലോ. അപ്പോൾ കുറച്ച് ദൂരങ്ങളൊക്കെ കണ്ട് നമുക്ക് നടക്കാം. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് നടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം വണ്ടി വിളിച്ച് തന്നെ പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം വെച്ചാൽ ബാർഗെയിൻ ചെയ്ത് പോവാം. 500-600 രൂപയ്ക്കാണ് 9-10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവർ നമ്മുടെ നിന്ന് ഈടാക്കുന്ന കേട്ടോ. നടന്നു പോകാനാണെങ്കിൽ 2 കിലോമീറ്റർ താഴെ നടന്നു പോകാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ രാമേശ്വരം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ രാമേശ്വരത്തെയും ധനുഷ്കോടിയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു ലോക്കൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗുഡ് ബൈ.